കാസർഗോഡ് മുള്ളേരിയ പള്ളി അങ്കണത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഉയർത്തിയ ദേശീയ പതാക അഴിച്ചെടുക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച യുവ വൈദികൻ ഫാദർ മാത്യു കുടിലിന് ആയിരങ്ങൾ കണ്ണീരോടെ വിട നൽകി. എടൂരിലെ സ്വന്തം വീട്ടിലും എടൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും സംസ്കാര ശുശ്രൂഷകൾ നടത്തിയപ്പോഴും വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അന്ത്യപ്രണാമം അർപ്പിച്ചു. എടൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകളിലും കുർബാനയിലും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ആംബ്ലാനി, ആർച്ച് ബിഷപ്പ് എമിരിറ്റസുമാരായ മാർ ജോർജ് ഞെർലക്കാട്ട്, മാർ ജോർജ് വലിയമറ്റം, മാനന്തവാടി സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം, വികാരി ജനറൽമാരായ മോൺ ആൻ്റണി മുതുകുന്നൽ, മോൺ സെബാസ്റ്റ്യൻ പാലക്കുഴി, മോൺ മാത്യു ഇളംതുരുത്തി പടവിൽ, തിരുവനന്തപുരം മലങ്കര അതിരൂപതാ വികാരി ജനറൽ ഫാദർ വർക്കി ആറ്റുപുറം, ഫാദർ ഷിൻസ് കുടിൽ, ബന്ധുക്കളായ ഡോക്ടർ ജോർജ് കുടിലിൽ, ഫാദർ ജെയിംസ് മടത്തിക്കണ്ടം, ഫാദർ ജോൺ കുടിലിൽ, ഫാദർ ജെയിംസ് കുടിലിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ തഫേൽ തട്ടിലിൻ്റെ അനുശോചന സന്ദേശം അതിരൂപതാ വൈസ് ചെയർമാൻ ഫാദർ ജോസഫ് റാത്തപ്പള്ളിൽ വായിച്ചു. ഫാദർ ഷിൻസ് കുടിലിൻ്റെ ലഘു ജീവചരിത്രം അതിരൂപതാ ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നൽ അവതരിപ്പിച്ചു. കണ്ണൂർ ബിഷപ്പ് മാർ അലക്സ് വടക്കുംതറ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രോക്കുലേറ്റർ ഫാദർ ഡോക്ടർ ജോസഫ് കാരക്കമറ്റത്തിൻ്റെ നേതൃത്വത്തിൽ സന്ദേശഭവനത്തിലെയും ബിഷപ്പ് ഹൗസിലെയും മുഴുവൻ വൈദികരും എടൂർ സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ തോമസ് വടക്കേമുറിയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് പൂകമല എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക സമൂഹവും പൊതുദർശനത്തിനും സംസ്കാര ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി. എം.എൽ.എമാരായ സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ.പി. രാജേഷ്, കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നൽ, പി.സി. ഷാജി എന്നിവരടക്കം നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു.